ഗർഭിണികളെ കൊണ്ട് സാധാരണ അലക്കിക്കുക, ഇടിക്കാൻ പറയുക, പിന്നെ അടിച്ചു വരയ്ക്കുക, അതുപോലെ യോഗ ചെയ്യിക്കുക, അങ്ങനെ പോലുള്ള കുറെ കാര്യങ്ങൾ ചെയ്യിക്കാറുണ്ട്. ശരിക്കും ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അത് ചില പ്രത്യേക വ്യായാമങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ സുഖപ്രസവമാകും എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് അങ്ങനെ പലരും ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഈ മാങ്ങയുടെ ഒരു കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്, നമ്മൾ പണ്ട് കാലത്ത് ഒരു 50-60 വർഷം മുന്നേ അല്ലെങ്കിൽ നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ കണ്ടിരുന്ന ഒരു കാര്യങ്ങളാണ്, ചെയ്തിരുന്ന പ്രവൃത്തികളാണ് എന്താ പറയുക, അരിയിടിക്കുക, ഒലയ്ക്ക വെച്ച് പൊടിക്കുക. പക്ഷെ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് പോയി കഴിഞ്ഞു. ഇതൊന്നും ഇപ്പോൾ നമ്മളെ സാധാരണ മനുഷ്യന്മാരൊന്നും ചെയ്യുന്നില്ല. പക്ഷെ പണ്ട് അങ്ങനെ ചെയ്തിരുന്നതുകൊണ്ട് അത് തന്നെ ഇപ്പോഴും നമ്മളുടെ ഗർഭിണികളെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ള ഒരു ഇത് വരുമ്പോൾ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പൊതുവേ ചെയ്യാത്ത പല പ്രവർത്തികളാണ് പ്രത്യേകിച്ചും ഗർഭിണികളെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കേണ്ടി വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പറയും അക്കസ്റ്റംഡ് ആക്ടിവിറ്റീസ് എന്ന് പറയും. അതായത് നമ്മൾ സ്വതവേ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യുന്നതും അല്ലാത്ത പ്രവൃത്തികൾ ചെയ്യുന്ന തമ്മിലുള്ള വ്യത്യാസം. നമ്മളിപ്പോൾ സ്വതവേ ചെയ്യാത്ത പ്രവൃത്തികൾ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് സ്പ്രെയിനും കാര്യങ്ങളൊക്കെ വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഒന്നും ശരിക്കും ആവശ്യമില്ല. ശരിക്കും ഒരു എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോഡറേറ്റ് വാക്കിംഗ്, ഇത്രയും കാര്യങ്ങൾ. പിന്നെ ചില എക്സസൈസുകളുണ്ട്. അതായത് ഈ സ്ക്വാറ്റിംഗ് എക്സസൈസ് അല്ലെങ്കിൽ പെൽവിക് ടിൽറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ചില എക്സസൈസുകളുണ്ട്. ഇതൊക്കെ നമ്മൾ പിന്നെ അതുപോലെ പെരിനിയൽ മസിൽസിന്റെ ടൈറ്റനിങ്, അതൊക്കെ കീഗൽസ് എക്സസൈസ് എന്നൊക്കെ പറയും. ഇത്തരം എക്സസൈസ് ഒക്കെ ചിലപ്പോൾ നമുക്ക് ബെനിഫിഷ്യൽ ആയിരിക്കാം. പക്ഷെ നമ്മൾ എൻ്റെ ഒരു നിരീക്ഷണത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു എക്സ്പീരിയൻസിൽ ഒരു സാധാരണ രീതിയിലുള്ള ഒരു വാക്കിംഗ്, ഒരു മോഡറേറ്റ് വാക്കിംഗ്, ഒരു 30 minutes 40 minutes, ഇതിൽ കൂടുതൽ ഒരു വ്യായാമ മുറകൾ ആവശ്യമില്ല ശരി.